ഫാദർ സ്റ്റാൻ സ്വാമിയും അനുസ്മരണ യോഗത്തിന് എന്നെ ക്ഷണിച്ച സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഫാദറിനെ സ്റ്റാൻ സ്വാമിയെ കണ്ടിട്ടുള്ളൂ. അത് ജാർഖണ്ഡിൽ CANRCയുടെ സ്റ്റാർട്ടിങ് മൂവ്മെൻറ്റിൻ്റെ ആ സമയത്ത് പോകുമ്പോഴാണ്. 2019 അവസാനമാണ്. അത് കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ എനിക്കൊന്ന് അറസ്റ്റ് ഉണ്ടായി. 2020 അറസ്റ്റ് ഉണ്ടായി. ഭീമ കൊരേഗാവ് എന്ന് പറയുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, 2018 200ാമത്തെ വർഷം ചെയ്ത ഒരു അനുസ്മരണം. അത് ഇതുവരെ ഒരു അനുസ്മരണമായിരുന്നു, ഒരു വിക്ടറി ഡേ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന. അതിൽ പങ്കെടുത്ത ഏകദേശം 16ഓളം ആൾക്കാരെ നിരന്തരമായി ജയിലിലിടുകയും, ഞാൻ അതിൽ ഭാഗമല്ലായിരുന്നു. കാര്യം ആ സമയത്ത് ഞാൻ സർവീസിലായിരുന്നു. എനിക്ക് ഒന്ന് ദാദ്ര നഗർ ഹവേലിയിൽ കളക്ടറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഇത്രയും ആൾക്കാരെ ജയിലിലിട്ട് കഴിഞ്ഞിട്ട് ഭീമ കൊരേഗാവുമായിട്ട് എൻ്റെ കണക്ഷൻ വരുന്നത്, വീണ്ടും അവർ ഒരിക്കൽ കൂടെ ഭീമ കൊരേഗാവ് എന്ന് പറയുന്ന ആ ഒരു എൽഗാർ പരിഷത്ത് എടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ജസ്റ്റിസ് കോൾസെ പാട്ടീലും മറ്റ് എല്ലാവരും. ആ സമയത്ത് പലരും ആ പ്രോഗ്രാമിന് പോകാൻ റെഡിയായില്ല. കാര്യം എന്താണ്? പേടിയായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രോഗ്രാമിന് പോയവരെല്ലാം ഇപ്പോഴും വെളി വന്നിട്ടില്ല. ആരും ഇതുവരെ വെളി വന്നിട്ടില്ല. എല്ലാവരും അകത്ത് തന്നെയാണ്, ജയിലിലാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ വന്നു, സ്റ്റുഡൻസ് വന്നു. ആ സമയത്ത് ഠാനയിലായിരുന്നു ഞാൻ. ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, സർ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയവരെല്ലാം ജയിലിലാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം പലർക്കും വരാനൊരു താല്പര്യക്കുറവുണ്ട്. വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, സൈലൻ്റ് ആക്കാൻ, ആൾക്കാരെ നിശബ്ദരാക്കാൻ 1-2 കാര്യങ്ങളാണ് പറ്റുന്നത്. അത് വായ് മൂടി കെട്ടേണ്ട കാര്യമില്ല. അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്താൽ മതി. ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തുനിന്ന് ചെൽക്കാൻ ഇനി അവരാരാണ് എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ വരും. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സർക്കാർ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രോങ് നേഷൻ, ഒരു ശക്തമായ ദേശം എന്ന് പറഞ്ഞാൽ അതൊരു ശക്തമായ സർക്കാരാണ് എന്നാണ്. അതായത് ശക്തമായ സർക്കാർ, അത്രയും തന്നെ ബലഹീനരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ ആർക്കാണ് പവർ വേണ്ടത്? സ്റ്റേറ്റിന്. ആരുടെയിൽ നിന്നാണ് പവർ എടുക്കേണ്ടത്? ജനങ്ങളുടെ ഇടയിൽ നിന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു നിയമം എടുത്തു നോക്കൂ. ഏതെങ്കിലും ഒരു നിയമം, ജനങ്ങളെ സശക്തരാക്കുന്ന ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്? അതേസമയം സ്റ്റേറ്റിനെ സശക്തരാക്കുന്ന അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന, ബ്രൂട്ടാലിറ്റിക്ക് കൊടുക്കുന്ന നിയമങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ വെളിയിൽ നിന്ന് വരുന്നതാണ്. സ്ട്രോങ് നേഷൻ മീൻസ് സ്ട്രോങ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് സ്ട്രോങ് സിറ്റിസൻസ്. സിറ്റിസൻസ് ഹാവ് ടു ബി വീക്ക്. ജനങ്ങൾ, പൗരന്മാർ, അവർ ബലഹീനരായാലേ തിരിച്ചവരെ പ്രജകളാക്കാൻ പറ്റൂ. പ്രജകളായാലേ രാജാവായി ഭരിക്കാൻ പറ്റൂ. അവരെ എങ്ങനെ പ്രജകളാക്കി മാറ്റാം? വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ പ്രജകളിൽ നിന്നും പൗരന്മാരായത്, അല്ലേ? അതായത് ഇവിടെ എല്ലാ തരത്തിലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു, മോശം രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ആ രാജാക്കന്മാർ ഏത് രീതിയിലുള്ളവരായിരുന്നെങ്കിലും നമ്മൾ നല്ല പ്രജകളായിരുന്നു. നമ്മൾ ഒരു രാജാവിനെ എടുത്തെറിഞ്ഞ് മറിഞ്ഞ് ഇവിടെ കളഞ്ഞിട്ടില്ലേ? രാജാക്കന്മാരെതിരെ ചോദ്യം ചോദിക്കാമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ സമയത്താണ്. സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി പ്രജയിൽ നിന്നും പൗരനിലോട്ട് പോകാനുള്ള യാത്രയുടെ ഒരു ടിക്കറ്റ് ആയിരുന്നു സ്വാതന്ത്ര്യ സമരം. ആ യാത്രയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ച് യാത്ര ചെയ്യണമെന്ന് പറയുന്ന ഒരു സർക്കാർ നമുക്കൊന്നുണ്ടായി വന്നത്. അതായത് ഈ യാത്രയ്ക്ക് വലിയ അർത്ഥമില്ല. പൗരനായിട്ട് എന്ത് ചെയ്യാൻ? ചോദ്യങ്ങൾ ചോദിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സിലിണ്ടർ തരും, അല്ലെങ്കിൽ ടോയ്ലറ്റ് തരും, 2 കൈ കൊണ്ട് മേടിക്കുക, വീട്ടിൽ പോയി മിണ്ടാതിരിക്കുക. അത് മതി എന്ന് പറയുന്നത്. ഇതൊരു ഭീമ കൊരേഗാവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട്. അതായത് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവർ, കാര്യം സർക്കാരിനെ രാജ്യമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ദേശദ്രോഹികളാവും, ഇല്ലേ? അതാണ് കൺസെപ്റ്റ്. ചോദ്യം ചെയ്യുന്നവരുടെ കാറ്റഗറി അനുസരിച്ച് അവർക്ക് ഓരോ പേരിടുക. അത് സിറ്റികളിലുള്ള
പഠിച്ച വ്യക്തികളാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു പേരുണ്ട്, അർബൻ നക്സൽ അല്ലേ? പഠിച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ സർക്കാരിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ അർബൻ നക്സലായി. മുസ്ലിങ്ങളാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ ഉടനെ ജിഹാദിയായി, ആതങ്കവാദി, എന്തൊക്കെയോ ആയി. സിഖ് ആണ് ചോദ്യം ചെയ്യുന്നല്ലോ, ഖലിസ്ഥാനികളായി. ഈ ചോദ്യം ചോദിക്കുന്നവരെല്ലാം അതേസമയം ആദിവാസികളാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ അവരെ മാവോയിസ്റ്റുകളാക്കി മാറ്റി. ഈ ചോദ്യം ചെയ്യുന്നവരെ എല്ലാം ഒരു ടേം ഇട്ടിട്ട് ആ ടേമിന്റെ പുറത്ത് നമ്മൾ അവരുടെ എല്ലാ ആക്ഷനും ആ ഒരു ടേമിന്റെ പുറത്ത് ചിത്രീകരിക്കുകയാണ്. പിന്നെ ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ആൾക്കാർ പിന്നെ എന്തു പറഞ്ഞാലും ഇവരൊക്കെ ഇങ്ങനെ ആണല്ലോ. സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരെ ആന്തോളൻ ജീവി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിങ്ങനാണ്, അവരിങ്ങനെയൊക്കെ ചെയ്യൂ, അവർ പറയുന്നത് കേൾക്കണ്ട, ഇതിനകത്ത് സൊസൈറ്റിക്കകത്ത് റെലവൻസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ആരാണ് ദേശദ്രോഹി അല്ലെങ്കിൽ രാജ്യദ്രോഹി? ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന് നല്ലതാണെന്ന്, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യത്തിന് നല്ലതാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് സർക്കാർ ചെയ്യുന്ന നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ് എന്ന് വിശ്വസിച്ച് ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെ രാജ്യപ്രേമികളായിട്ട്, ദേശപ്രേമികളായിട്ടേ കാണുന്നുള്ളൂ. കാര്യം അവരുടെ മനസ്സിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നു, അവർ തെറ്റോ ശരിയോ ആയിരിക്കാം, പക്ഷെ അവർക്ക് എന്താണോ ശരിയാണെന്ന് തോന്നുന്നു അത് അവർ ചെയ്യുന്നു. സർക്കാർ ചെയ്യുന്നത് ശരിയല്ല, രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു തിരിച്ചറിവുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെടാനുണ്ടെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി അതൊക്കെ നഷ്ടപ്പെടുത്താമെന്നും ഈ സർക്കാരിനെതിരെ ചോദ്യം ചെയ്യണം എന്നും പറഞ്ഞ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരും ദേശപ്രേമികളാണ്. കാര്യം നേടാൻ എന്തൊക്കെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ എന്തൊക്കെ ഉണ്ടായി ഇതൊന്നും കാരണമാക്കാതെ രാജ്യത്തിന് വേണ്ടി സർക്കാരിനെതിരെ പൊരുതുന്ന ആൾക്കാർ, ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പൊരുതുന്ന ആൾക്കാർ. മൂന്നാമതൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമായ ധാരണയുണ്ട്. അവർക്കറിയാം ഇത് ശരിയല്ല എന്ന്, സർക്കാർ ചെയ്യുന്നത് രാജ്യത്തിന് നല്ലതല്ല, ഇതൊരു കൊക്കയിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നറിയാം. പക്ഷെ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട് പേഴ്സണലായിട്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, നിശബ്ദരാകാൻ തീരുമാനിച്ച ഒരു കൂട്ടം വിഭാഗമുണ്ട്. ആ നിശബ്ദരാകുന്നവരെ മാത്രമേ ഞാൻ ദേശദ്രോഹികളായിട്ട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഏത് ഭാഗത്തും ആയിക്കോട്ടെ, അത് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഇത് ചങ്കൂറ്റമാണ്. എന്നാലേ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ ഞാൻ പറയും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിശബ്ദരായിരിക്കുന്ന അവരെ എങ്ങനെ നമ്മൾക്ക് അവരുടെ ശബ്ദം എങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു വലിയൊരു. ഈ ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. CNRCയുടെ മൂവ്മെന്റിനോടനുബന്ധിച്ച് ഞാൻ എല്ലാ പ്രാവശ്യവും ഉത്തർപ്രദേശിൽ പോകുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു, ഡിറ്റെയിൻ ചെയ്യുമായിരുന്നു. എല്ലാ പ്രാവശ്യവും പോവും, ഉത്തർപ്രദേശിന്റെ ബോർഡറിൽ വെച്ച് എന്നെ ഡിറ്റെയിൻ ചെയ്യും. ഉത്തർപ്രദേശിൽ ഇതുപോലെ ഒരു സംസാരം കൊടുക്കാൻ സമ്മതിക്കില്ല. ആദ്യത്തെ പ്രാവശ്യം ആഗ്ര ആയിരുന്നു, പിന്നെ അലഹബാദ് ആയിരുന്നു, ഇങ്ങനെ പലയിടത്തും, ബനാറസ് ആയിരുന്നു. അപ്പം ഞാനൊരു ദിവസം ട്വിറ്ററിൽ എന്നിട്ട് ഇവർ എന്നെ ഡിറ്റെയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഡൽഹി കൊണ്ടുവിടും. ഞാൻ എന്നിട്ട് ഒരു ദിവസം എഴുതി എനിക്കിനിപ്പോൾ ഡൽഹി പോകണം എന്നുള്ളപ്പോൾ ഞാൻ ഉത്തർപ്രദേശിന്റെ ബോർഡർ വരെ പോകും. ബാക്കി അവർ അറേഞ്ച്മെന്റ് ചെയ്തോളും. ഫ്ലൈറ്റ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും കാർ ആണെങ്കിലും ഒക്കെ കൊണ്ട് ഡൽഹി കൊണ്ടുപോയി. ഒരു പ്രാവശ്യം അലിഗഡ് ഒരു സ്പീച്ചിന് വേണ്ടി പോവാണ്. ആഗ്രയിൽ എത്തിയപ്പം ഒരു 100-500 പോലീസുകാർ വന്നു. ഒരു ഓല ഔട്ട് സ്റ്റേഷൻ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഓല ഈ വണ്ടിയിൽ ആ കാർ ഓലയുടെ ഔട്ട് സ്റ്റേഷൻ വിളിച്ചിട്ട് പോവാണ്. ഇത് വിളിച്ച് പോയി. അപ്പം എനിക്ക് ഒന്ന് പുറകെ ടെയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രോഗ്രാമിന് വരുന്നുണ്ടെന്നറിയാം. അവിടുത്തെ ജൂനിയർ ആയിരുന്നു DM വിളിച്ച് പറഞ്ഞു വരരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, വരിക എന്നുള്ളത് എൻ്റെ അധികാരമാണ്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ യു ഗോ ഹെഡ് ആൻഡ് ഡു വാട്ട് യു തിങ്ക് റൈറ്റ്, എന്നോട് വരരുതെന്ന് പറയാൻ പാടില്ല. അവിടെ ചെന്നു. ആഗ്രയിൽ എത്തിയപ്പം ഡ്രൈവർ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, ഞാൻ ആരാന്നും അറിയില്ല, ഒരു ഓലയുടെ ഡ്രൈവറാണ്. ആ ബോർഡറിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു 100-200 ഇത്രയോ പോലീസുകാർ, ബ്ലാക്ക് ഹാറ്റ്സ്, പെട്ടെന്ന് വെപ്പണൊക്കെ ആയിട്ട് വന്ന് കാറിന്റെ 4 വശത്തുമായിട്ട് ഇങ്ങനെ. പാവൻ ഡ്രൈവർ വിചാരിച്ച് ഞാൻ എന്തോ തീവ്രവാദിയാണെന്ന്. ഇത്രയും പട്ടാളക്കാരെല്ലാം കൂടെ അതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇദ്ദേഹം വാതിൽ തുറന്ന ഒറ്റ ഓട്ടം. കാര്യം ഇത് ആരെയാ കൊണ്ടുവന്നറിയില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇവർ എന്നിട്ട് ഫോട്ടോ എടുത്ത് നോക്കുകയാണ്, ഞാൻ തന്നെ ആണോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്ന ആൾ ഞാനായിരിക്കും. അത് കഴിഞ്ഞ് ആദ്യം അവർ അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല, ഒരു ചായക്കട കൊണ്ടുപോയി. പോലീസ് ജീപ്പിൽ DYSP ഇരിക്കുന്ന സ്ഥലത്ത് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. കാര്യം IAS ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ രാജിവെച്ചല്ലോ, അപ്പോൾ ഒരു ബഹുമാനം.
ഞാൻ അവരോട് പറഞ്ഞു, ഒരു പൗരൻ എന്നുള്ള അധികാരം തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു ഓഫീസർ എന്നുള്ള ബഹുമാനം ഏതായാലും തരണ്ട. അത് ആദ്യം വേണ്ടത് ഒരു പൗരന്റെ അധികാരമാണ്. അത് പറഞ്ഞ് ഞാൻ പുറകിലിരിക്കാമെന്ന് പറഞ്ഞു. ഇരുന്നു, ചായക്കടയിൽ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊന്ന് സർക്യൂട്ട് ഹൗസിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഏതോ ഒരു പൊട്ടിയ സർക്യൂട്ട് ഹൗസ്. ആ സമയത്ത് അവിടെ എൻകൗണ്ടർ അതും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്വിറ്ററിൽ ഓൾറെഡി ആൾക്കാർക്ക് തോന്നി ഇവനെ ഉത്തർപ്രദേശ് പിടിച്ചു, ഇനി മിക്കവാറും വെളിലോട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ PWD സർക്യൂട്ട് ഹൗസിലോട്ട് പോയി. പൊട്ടി ഡിഫങ്ക്റ്റ് ആയി കിടക്കുന്ന സർക്യൂട്ട് ഹൗസ്. അവിടെ എത്തിയപ്പോഴത്തേക്കും താങ്ക്ഫുള്ളി അവിടുത്തെ SP വന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു, SDM വന്നു, എല്ലാവരും വന്നു. ഏകദേശം അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ജില്ലയിലെ മീറ്റിംഗ് നടക്കുന്ന പോലെയായി. SP ഉണ്ട്, SDM ഉണ്ട്, തഹസിൽദാറുണ്ട്, എല്ലാവരോടും ഇരിപ്പുണ്ട്. ഈ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിറ്റൻഷൻ ഏതായാലും രേഖപ്പെടുത്തണം, കാര്യം അല്ലെങ്കിൽ ഇത് കിഡ്നാപ്പ് പോലാവും, അത് ഞാൻ സമ്മതിക്കില്ല, ഞാൻ കോടതിയിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഡിറ്റൻഷൻ രേഖപ്പെടുത്തി. ഡിറ്റൻഷൻ രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രയിൽ പോയി, ആഗ്രയിലെ എല്ലാ ഗ്രാമങ്ങളിലും ജനങ്ങളെ പോയി കണ്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് ഒരു വലിയ സമരമാക്കി മാറ്റി അലിഗഡിലോട്ടുള്ളൊരു ജാഥ നടത്തുകയായിരുന്നു. എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടി, പോലീസുകാരെ തള്ളിയിട്ട് ഞാൻ ഓടിക്കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി എന്നെ ബലം ഉപയോഗിച്ച് എന്നെ പിടിച്ച്, അങ്ങനെയാണ് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ഡിറ്റൻഷൻ ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അറസ്റ്റ് ചെയ്തു, ഡിറ്റൈൻ ചെയ്തു. ഇത് ഞാൻ ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഇത് DYSP പറഞ്ഞിട്ട് സ്വന്തം കാറിൽ കയറുന്നതെന്ന് ചോദിച്ച ടീമാണ്. സ്വന്തം കാർ ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കുന്നത്? ഇത് ഓല ഔട്ട് സ്റ്റേഷനിൽ ഞാൻ അലിഗഡിലോട്ട് വണ്ടി വിളിച്ച് പോവുകയാണ്. പക്ഷെ സർക്കാർ റെക്കോർഡിൽ അങ്ങനല്ല. സർക്കാർ റെക്കോർഡിൽ ഞാൻ ആഗ്രയിലെ ഗ്രാമങ്ങളിലെല്ലാം പോയി ജനങ്ങളെ ഓരോരുത്തരെ പറഞ്ഞ് സർക്കാരിനെതിരെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, അവിടുന്ന് ആൾക്കാരെ കൂട്ടി അലിഗഡിലോട്ടുള്ളൊരു യാത്ര, ജാഥ നടത്തി, അവിടെ എന്തോ വയലൻസ് നടത്താൻ പോകുന്ന ഒരു വ്യക്തി. അതും പോലീസ് നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്താതെ ഇറങ്ങി ഓടി, അവരെ തള്ളി മറിച്ചിട്ട് അവരെന്നെ പിടിച്ച. ഇത് സർവീസിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത്, ആ ബഹുമാനം കാണിച്ച ഒരാളുടെ അടുത്ത് വളരെ ഓപ്പണായിട്ട് അവർ ചെയ്ത കാര്യമാണ്. ഞാൻ അദ്ദേഹം ഇവിടുന്ന് SP അടുത്ത് ചോദിച്ചു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ, സാർ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് പുള്ളി റൂമിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി. ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞു, ഇതിൽ ഞാൻ ഒപ്പിടില്ല, കാര്യം ബോണ്ട് എഴുതി ഒപ്പിടണമല്ലോ, ഇതിൽ ഞാൻ ഒപ്പിടില്ല, ഞാൻ എന്നെ ജയിലിൽ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു, ഞാൻ റിലീസ് ആവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. താങ്ക്ഫുള്ളി ദേ ചേഞ്ച്ഡ് ഇറ്റ്. ഓൺലൈനിലാണ്, ഓൺലൈൻ റെക്കോർഡ് ഒന്നും, പിന്നെ ഓഫ്ലൈൻ വേറൊരു റെക്കോർഡ് എഴുതി അവരിത് മാറ്റി. പക്ഷേ ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് എന്ത് എളുപ്പമാണെന്നറിയും, എത്ര എളുപ്പമാണെന്നറിയും. നമ്മളെ കൺമുന്നിൽ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. ആ കഥയാണ് ഇനി അത് റിപ്പീറ്റ് ചെയ്യപ്പെടുക. ഈ കഥകളെ വെച്ചിട്ടാണ് നാളെ ഞാൻ ചിലപ്പോൾ ഇനി എവിടെങ്കിലും പോകുമ്പോൾ ഇവൻ നേരത്തെ ഇവിടെ വന്ന് ചെയ്യാൻ വന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറയാൻ പോവുക. ഈ സംശയം ഉണ്ടാക്കുക, സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരിൽ സംശയങ്ങൾ ഉണ്ടാക്കുക. ആ സംശയം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കേണ്ട ആവശ്യമില്ല, കാര്യം അവരുടെ ശബ്ദം വെളിയിലൂടെ കേൾക്കില്ല. പത്രക്കാരോ മീഡിയ ഒന്നും കേൾക്കാൻ പോകുന്നില്ല, ആരും ഇവരെക്കുറിച്ച് സംസാരിക്കാനും പോകുന്നില്ല. ഈ ഒരു കാലയളവിലാണ്, ഇതിലും മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഞാൻ പഠിച്ചതും ജാർഖണ്ഡിലാണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ്ര എന്ന് പറഞ്ഞിട്ട്. അവിടെ ഫാദർ സ്റ്റാൻ സ്വാമിയൊക്കെ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു വിശ്വാസം വരുന്നത്? നമുക്ക് ഈ ഫൈറ്റ് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം വരുന്നത്. ഈ വിശ്വാസം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷനിലൊരു വിശ്വാസമുണ്ട്, ഭരണഘടനയിലൊരു വിശ്വാസമുണ്ട്. അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, പക്ഷെ ഭരണഘടനയിലൊരു വിശ്വാസമുണ്ട്. ഈ കണ്ട പല സർക്കാരുകളും, ഇതിനു മുമ്പ് കണ്ട പല സർക്കാരുകളും ആ ഒരു മനുഷ്യത്വം എങ്കിലും കാണിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ അണ്ടർലൈങ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കോർ ബിലീഫാണ് രാജ്യം എന്നാൽ സർക്കാരാണ്, ജനങ്ങളല്ല. രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ ശക്തമായിരിക്കണം, ജനങ്ങൾ വീക്കാവണം. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ശക്തരാകും, സർക്കാരുകൾ വീക്കാകും. അതുകൊണ്ട് ചോദ്യങ്ങൾ അനുവദിക്കാൻ പാടില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ
എന്തെങ്കിലും ഒരു ടാഗ് ഇടണം, അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരും ഇവിടെ പാടില്ല. എന്തുകൊണ്ടാണ് FCRA റെഗുലേഷൻസ് വരുന്നത്? അത് വരുന്നതിൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ടിവിസം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആക്ടിവിസം ചെയ്തോളൂ, പക്ഷേ എൻ്റെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നിടത്ത് നിൽക്കണം, അത്രേ ഉള്ളൂ. അതിൻ്റെ പരിധിക്ക് പുറത്ത് നിങ്ങൾ പോകാൻ പാടില്ല. കാര്യം നിങ്ങളുടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലിവർ എൻ്റെ കയ്യിലാണ്, അത് നിങ്ങൾ മറക്കണ്ട. ഈ ഒരു അണ്ടർലൈങ് കൺസെപ്റ്റിലുള്ള ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് ഇന്ന് പവറിലുള്ളത്. അതിനെതിരെ ഫൈറ്റ് ചെയ്യുക. അതിനെതിരെ അതെനിക്ക് മനസ്സിലായത് 2019 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 370 കശ്മീരിൽ എടുത്ത് മാറ്റും. ആർട്ടിക്കിൾ 370 വെച്ചല്ല ഞാൻ രാജിവെക്കുന്നത്. പലരും ആ രീതിയിൽ സംസാരിക്കുമെങ്കിലും അതല്ല രാജിയുടെ കാര്യം. രാജിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് 370 എന്ന് പറഞ്ഞ ഒരു സർക്കാരിൻ്റെ തീരുമാനം, അത് തെറ്റോ ശരിയോ എനിക്ക് അതിനൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം, ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ അവർക്കൊരു ട്രാൻസ്പോർട്ടേഷനോ, അവർക്കൊരു ടെലിഫോണോ, അവർക്കൊരു ഇന്റർനെറ്റോ, അവരുടെ നേതാക്കന്മാരെ എല്ലാം പിടിച്ച് ഹൗസ് അറസ്റ്റോ, ജയിലിലോ, ഡിറ്റൻഷനിലോ, അത് സിറ്റിംഗ് MP ആയിക്കോട്ടെ, എക്സ് ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ലീഡേഴ്സ് ആയിക്കോട്ടെ, ഒരു സംസ്ഥാനം മുഴുവൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു തരത്തിലുള്ള ഫ്രീഡം ഇല്ല. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ആഴ്ചകളല്ല, മാസങ്ങളോളം. ഇത് കേരളത്തിൽ നടന്നാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കൂ? അപ്പൊ മറ്റൊരു സംസ്ഥാനത്ത് നടന്നാൽ നമ്മൾ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? അത് പല രീതിയിലുള്ള ന്യായങ്ങൾ ഇതിൽ പറയും. ചിലപ്പോൾ കുട്ടികൾക്ക് അസുഖം വന്നാൽ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരുമെന്ന്. ഒന്നാമത് ഈ കുട്ടികൾ അസുഖം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോട് തന്നെ യോജിക്കുന്നില്ല. പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് ആൾക്കാർ പറയുന്നതാണ്. അപ്പം കുറച്ച് വേദന എടുക്കും, പക്ഷെ അത് ശരിയാവാനാണെന്ന്, അതായത് ഈ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അംഗീകരിക്കാന്ന് വെച്ച് ഏതെങ്കിലും കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് വാ പൊത്തി പിടിക്കൂ, കരയാൻ അനുവദിക്കാതെ? ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തോ എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊടുക്കൂ. കൊടുത്തു കഴിഞ്ഞിട്ട് മിണ്ടരുത്. ആ കൺട്രോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെ അല്ല, ഒരു ജനതയെ മുഴുവൻ. അത് വയലേറ്റ് ചെയ്യുന്നത് കശ്മീരിന്റെ അല്ലെങ്കിൽ റൈറ്റ്സ് വയലേഷൻ അല്ല, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷനാണ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഭരണഘടനയിലുള്ള വയലേഷനാണ് അത് നടക്കുന്നത് അവിടെ. കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പോലും നമുക്ക് തരുന്നതല്ല, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് തന്നെ തരുന്നതാണ്. ഇൻഹെറന്റ് റൈറ്റ്സ് ആണത്, സ്വതസിദ്ധമായിട്ടുള്ള റൈറ്റ്സ്. ആ റൈറ്റ്സ് വളരെ ദീർഘകാലം സസ്പെൻഡ് ചെയ്യപ്പെടാവുന്നു. അതിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ ദേശദ്രോഹികളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്നും, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ ഒരിക്കലും മുന്നോട്ട് പൊളിറ്റിക്കലി റെലവൻ്റ് ആവില്ല എന്നും ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയ സമയത്ത് എനിക്ക് തോന്നി ആ നിശബ്ദത ശരിയല്ല. ഒരാളാണെങ്കിൽ ഒരാൾ, എന്നെ കൊണ്ടാവുന്ന പോലെ ആണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന പോലെ വെളിയിൽ ഇറങ്ങണം, ഇത് ശരിയല്ല എന്ന് പറയണം, ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അന്ന് 2019 രാജിവെക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ബിലീഫ് തന്നെയാണ്. ഫൈറ്റ് ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. ഇതും പറയുന്നത് എനിക്ക് പോകാറായിരുന്നു. സോ ഐ ജസ്റ്റ് വൈൻഡ് അപ്പ്. ഫാദർ സ്റ്റാൻ സ്വാമിയൊക്കെ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കൂടുന്നതും ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതും? ഇവിടെ മാത്രമല്ല, എനിക്ക് ഒന്ന് ഇന്ത്യയിലുടനീളം ഈ പ്രോഗ്രാമുകൾ സംഘടിക്കപ്പെടുന്നത് എന്താണ്? ഒരു ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, വിശ്വസിക്കുന്ന കാര്യങ്ങളോടുള്ള ഒരു ഓണസ്റ്റി, ഒരു സത്യസന്ധതയുള്ള ഒരു വ്യക്തി സ്വന്തം ജീവിതം മുഴുവൻ ആ ഒരു വിശ്വാസത്തിനും ആ ഒരു നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ച് മരിച്ച് നമുക്കൊരു എക്സാമ്പിളായിട്ട്, നമുക്കെല്ലാം ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും മറക്കാനോ, ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതില്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒച്ച ഇല്ലാതാവുമെന്നാണ്. എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രോ കൊടുക്കാതെ പോലും നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് പറ്റും എന്നൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ട ആൾക്കാർ ഭയന്ന് വീണ്ടും ഒരു സ്റ്റാൻ സ്വാമി ഉണ്ടാവില്ല എന്നാണ്. നേരെ തിരിച്ചാണ്. ഇവർ ഇൻസ്പയർ ചെയ്യുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ ഇതുപോലെ ഫൈറ്റ് ചെയ്യാനാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ എന്തും സഹിച്ചും എന്തും ത്യജിച്ചും ജനങ്ങൾക്ക് വേണ്ടിയും ഭരണഘടനയ്ക്ക് വേണ്ടിയും ഫൈറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു
വ്യക്തിയായ ശ്രീ ഫാദർ സ്റ്റാൻ സ്വാമിയെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.